ദൈവം ഒന്ന് പണിയാൻ തുടങ്ങിയാൽ ആർക്കും അതിനെ തടയാൻ പറ്റത്തില്ല. ദൈവം എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാൽ ആർക്കും അതിനെ തടഞ്ഞു വെക്കാൻ കഴിയത്തില്ല. ദൈവത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവ്. ദൈവത്തിന്റെ ആത്മാവ് ആഴങ്ങളെ ആരായുന്നു. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ വഴി നടത്തുന്നു. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് സ്വസ്ഥത തരുന്നു. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നീതി പാതകളിൽ നമ്മെ നടത്തുന്നു. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു. സെരുബാബേലിനോടുള്ള ദൈവത്തിന്റെ ശബ്ദം ഇങ്ങനെയായിരുന്നു. സെരുബാബേലിന്റെ കൂട്ടത്തിൽ അവർ ഒരുമിച്ച് ആലയം പണിയാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർ കണ്ട കാഴ്ച, ആലയം പണിയുന്നിടത്ത് ഒരു മഹാപർവ്വതം. സെരുബാബേലിന്റെ കൂട്ടത്തിൽ അടിമത്തത്തിൽ പോയ ഒരു കൂട്ടം ആളുകൾ മടങ്ങി വന്നപ്പോൾ, അവർ ഒരുമിച്ച് ആലയം പണിയാൻ തുടങ്ങിയപ്പോൾ അവർ കണ്ട കാഴ്ച സെരുബാബേലിന്റെ മുമ്പിൽ മഹാപർവ്വതം. ഇന്ന് രാവിലെ ആരോടൊക്കെ പറയാ, ഇത് പ്രതിസന്ധിയുടെ കാലഘട്ടമല്ല, ഇത് പ്രാർത്ഥിക്കുന്നവന്റെ കാലഘട്ടം. അമ്മേ പറ, ഇത് കാഴ്ചക്കാരുടെ കാലഘട്ടമല്ല. അവർ കാഴ്ച കണ്ടിട്ട് അവർ മടങ്ങിപ്പോകുക. പക്ഷെ ഇതിനകത്ത് ഒരു കൂട്ടരുണ്ട്, ചിലതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടർ, ചിലത് മാറാൻ കാത്തിരിക്കുന്നവർ. എന്നാൽ ഇന്ന് രാവിലെ പരിശുദ്ധർ പറയുന്നു, മാറകൾ മധുരമാകാൻ പോകുന്നു. ഈ ഓഗസ്റ്റ് മാസം നിന്റെ വീടിനകത്ത് മാറകൾ മധുരമായി മാറാൻ സെരുബാബേലിനോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടുകൾ, എപ്പോഴും ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഭയങ്കര ക്ലാരിറ്റി ആയിരിക്കും. ദൈവത്തിൽ നിന്ന് ഒരു അരുളപ്പാട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ അരുളപ്പാടിന് ദൈവത്തോളം വലിപ്പമുണ്ട്. കൂട്ടരും ആലയം പണിയാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ കണ്ട കാഴ്ച ഒരു പർവ്വത സമാനമായ അഭിഷേകം. ഇന്ന് രാവിലെയും നമ്മുടെ ആത്മീക ജീവിതത്തിനകത്ത് നമ്മെ മുന്നോട്ട് വിടാൻ അനുവദിക്കാതിരിക്കുന്ന ചില പർവ്വതങ്ങളുണ്ട്. രോഗമെന്ന പർവ്വതങ്ങൾ, കടബാധ എന്ന പർവ്വതങ്ങൾ, സ്വസ്ഥത കെടുത്തുന്ന പർവ്വതങ്ങൾ. എന്നാൽ നീ അതിനെ തിരിക്കാൻ പോകുക. പ്രശ്നങ്ങളെ നീടിലിയും. ഇന്ന് രാവിലെ എത്ര കാമയം പറയാൻ കഴിയും? ഞാൻ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ പോകുന്നു. സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ. ഇന്ന് രാവിലെയും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. ശരിയാ ബ്രദർ, എല്ലാം ഉണ്ട്. പക്ഷേ എവിടേക്കോ ഒരു മുന്നേറ്റത്തിന് തടസ്സം. നിനക്ക് മുന്നേറാൻ കഴിയുന്നില്ല. അഭിഷേകമുണ്ട്, കൃപാവരങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എവിടേക്കോ നിനക്ക് മുന്നേറാൻ കഴിയാത്ത സാഹചര്യങ്ങൾ, നിനക്ക് വിരോധമായി, നിന്റെ മുന്നേറ്റങ്ങൾക്ക് വിരോധമായി, തലമുറയുടെ നന്മകൾക്ക് വിരോധമായി, അനുഗ്രഹങ്ങൾക്ക് വിരോധമായി വെളിപ്പെട്ടു നിൽക്കുന്ന ചില പർവ്വതങ്ങൾ ഇന്ന് ഈ ആരാധനയിൽ അത് സമഭൂമിയായി മുമ്പിൽ ചില പർവ്വതങ്ങൾ വഴിമാറും. ഈ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടു നിൽക്കുന്ന അന്തരീക്ഷങ്ങൾ മാറാൻ പോകുക. ആമേൻ പറയാമോ? ആമേൻ പറയാമോ? ഇപ്പോൾ നിൽക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. രോഗത്തിന്റെ അന്തരീക്ഷം, കടബാധയുടെ അന്തരീക്ഷം, പ്രതിസന്ധിയുടെ അന്തരീക്ഷങ്ങൾ. ഇന്ന് രാവിലെ ഞാൻ ഇത് പറയുമ്പോൾ തന്നെ ബൈബിൾ ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കാൻ പോകുന്നു. ദൈവം എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാൽ അതിനെ ആർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്റെ സഭയെ പണിയും. നീ അല്ല പണിയുന്നത്, ഞാൻ പണിയും. I will build my church. ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കാൻ പറ്റത്തില്ല. ഇന്ന് രാവിലെ ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് അവന്റെ വഴി തടയുന്ന ചില പർവ്വതങ്ങളുണ്ട്. ചില വ്യക്തികളുടെ മുന്നേറ്റത്തിന് തടസ്സമായി നിൽക്കുന്ന ശക്തികളുണ്ട്. നിനക്ക് വിരോധമായി നിൽക്കുന്ന ആയുധങ്ങളുണ്ട്. ചില പാതാള ഗോപുരങ്ങൾ നിന്നെ തകർത്തെറിഞ്ഞ് നിന്നെ നശിപ്പിക്കാൻ പദ്ധതികളുണ്ട്. എന്നാൽ നിന്നെ അത് തൊടത്തില്ല. ഈ രാവിലെ പാതാള ഗോപുരങ്ങളെ പൊളിക്കുന്ന ഒരു അഭിഷേകം നീ ആഗ്രഹിച്ച് നീ കാണാൻ പോകുന്നു. നിന്റെ ലൈഫിൽ കേട്ട വാഗ്ദത്തങ്ങൾ നീ കാണാൻ പോകുന്നു.